യുവരാജ്, നമ്മുടെ സേന സുസജ്ജമാണ്, എല്ലാവരും ഉണർന്ന് ഇരിക്കുകയാണ്. എങ്ങനെയായിരിക്കും സൈനിക ഇടപെടൽ? എന്താണ് താങ്കളുടെ പ്രതീക്ഷ? അല്ല, സൈന്യത്തിന് ഇപ്പോൾ ഫ്രീ ഹാൻഡ് നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന്, പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസത്തെ മീറ്റിങ്ങോടുകൂടി നൽകിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യൻ സൈന്യം അതിൻ്റെ മൈറ്റ് എന്താണെന്ന് തീർച്ചയായിട്ടും കാണിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. നമ്മളിത് അവരുടെ പുറത്തൊരു പ്രഷർ നൽകുന്നതോ അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ പുറത്തൊരു ഓവർ ബർഡൻ ഒന്നുമല്ല. ഇന്ത്യൻ ആർമിക്ക് അറിയാം എന്താണ് ചെയ്യുന്നത്. അവരിതിനു മുമ്പും ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പുള്ള യുദ്ധങ്ങളിലാവട്ടെ, ഉറിയിലാവട്ടെ, ഉറിയുടെ സർജിക്കൽ സ്ട്രൈക്ക്, ഉറി കഴിഞ്ഞ് നടന്ന സർജിക്കൽ സ്ട്രൈക്ക് ആവട്ടെ, ബലാക്കോട്ടിലാവട്ടെ, അവർ കൃത്യമായിട്ട് തന്നെ അത് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവരുടെ ഭാഗത്ത് നിന്ന് എന്താണോ നടക്കേണ്ടത് അത് ഒരു ഭാഗത്ത് നടക്കുക തന്നെ ചെയ്യും. പക്ഷെ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കഴിഞ്ഞ ദിവസം UN ഇന്ത്യ പാകിസ്ഥാനെ വിശേഷിപ്പിച്ചത് എ റോക്ക് നേഷൻ എന്നാണ്. അതിനെ പച്ച മലയാളത്തിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ തെറിയായിട്ട് അവശേഷിക്കും. അത്തരത്തിലുള്ള ഒരു തെമ്മാടി രാജ്യം എന്നുള്ള നിലയിൽ കുറച്ചുകൂടി നമുക്ക് മയപ്പെട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തെമ്മാടി രാജ്യം എന്നാണ് വിളിച്ചിരിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം UN. അത് വെറുതെ അങ്ങ് പറഞ്ഞു പോയിരിക്കുന്നതല്ല, കൃത്യമായ എവിഡൻസോടുകൂടി പാകിസ്ഥാനാണ് ഇതിൻ്റെ പിറകിൽ ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നതെന്നും അവരുടെ രാജ്യത്ത് നിന്ന് നമ്മുടെ രാജ്യത്തേക്ക് നുഴഞ്ഞു കയറി വന്ന് ടൂറിസ്റ്റുകളായിട്ടുള്ള, സൈനികരെ പോലും അല്ല, ടൂറിസ്റ്റുകളായിട്ടുള്ള സിവിലിയൻസ് 10-26 പേരെ തിരഞ്ഞു പിടിച്ച് പോയിന്റ് ബ്ലാങ്കിൽ മതം നോക്കി അവരുടെ മതം ഇസ്ലാം അല്ല എന്ന് തിരിച്ചറിഞ്ഞ് അവരെ കൊന്നിട്ട് പോയിരിക്കുക എന്നുള്ള തലത്തിലുള്ള ഏറ്റവും ഹീനമായ പരിപാടിയാണ് അവർ ചെയ്തിരിക്കുന്നതെന്നുള്ള കാര്യം ലോകരാജ്യങ്ങളുടെ മുൻപിൽ പാകിസ്ഥാനെ തുറന്നു കാണിക്കുവാനും അവരർഹിക്കുന്ന ഭാഷയിൽ അവരെ ലോകത്തിൻ്റെ മുമ്പിൽ വിശേഷിപ്പിക്കുവാനും വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. അത് വെറും ഒരു വിശേഷണമല്ല. ഇവിടെ ഇപ്പോൾ കേണൽ ഡിന്നി സാർ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഈ പറയുന്ന ആൾക്കാർ അവിടെ നിന്ന് നുഴഞ്ഞു കയറി വന്നിരിക്കുന്നവരാകട്ടെ അല്ലെങ്കിൽ അവിടെയുള്ള ആൾക്കാരാകട്ടെ, ഇവർക്ക് മതതീവ്രവാദം എന്ന് പറയുന്ന വിഷം ഇവരുടെ തലയിലേക്ക് കയറിയിരിക്കുന്ന ആൾക്കാരാണ്. അത് ആ സൈന്യത്തിൻ്റെ കയ്യിലോ അല്ലെങ്കിൽ ഭീകരരുടെ തലയിലോ മാത്രമല്ല ഈ സാധനം കയറിയിരിക്കുന്നത്, അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ്റെ തലയിലേക്കും ഇത്തരം സാധനങ്ങളൊക്കെ തന്നെയാണ് കയറിയിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലൊരു തെമ്മാടി രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം തെമ്മാടിത്തരം കാണിച്ച് മാത്രമേ അവർക്ക് നിലനിൽക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. നമ്മുടെ നാട്ടിലെ ഈ മുക്കാൽ ചക്രത്തിന് തല്ലാൻ പോകുന്ന ഗുണ്ടകളുടെ അവസ്ഥയിലുള്ള ഒരു രാജ്യം മാത്രമാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അവർക്ക് നഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല. മര്യാദയില്ല, മാന്യതയില്ല, ബഹുമാന്യതയില്ല, ഒന്നുമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഞങ്ങൾ ഈ നാട്ടിലെ വലിയ ചട്ടമ്പിയാണ്, ഞങ്ങൾ ഈ നാട്ടിലെ വലിയ തെമ്മാടികളാണ്, ഞങ്ങൾ ഈ നാട്ടിലെ വലിയ ഗുണ്ടകളാണ് എന്ന് കാണിച്ച് മാത്രമേ അവർക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു ഭയം നിലനിർത്തുവാനും അവരുടെ മാർക്കറ്റ് കീപ്പ് ചെയ്യുവാനും വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലുള്ള മുക്കാൽ ചക്രത്തിനുള്ള ഗുണ്ടായിസം മാത്രമാണ് ഇപ്പോൾ പാകിസ്ഥാൻ ലോകത്തിൻ്റെ മുമ്പിൽ ചെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ്, ഞങ്ങളുടെ നാട്ടിൽ ആണവ ബോംബുണ്ട്, ഞങ്ങളിതെടുത്ത് പൊട്ടിക്കും. നമ്പ്യാർജി, നിങ്ങളൊന്ന് നോക്കി നോക്കൂ, ലോകത്ത് ആണവ രാജ്യങ്ങളായിട്ടുള്ള എത്രയോ രാജ്യങ്ങളുണ്ട് അല്ലേ? യൂറോപ്പിലെ ഒട്ടുമുക്കാൽ രാജ്യങ്ങളുടെ കയ്യിലുണ്ട്, US-ൻ്റെ കയ്യിലുണ്ട്, USSRൻ്റെ കയ്യിലുണ്ട്, ഇന്ത്യയുടെ കയ്യിലുണ്ട്, ഈവൻ നമുക്ക് എതിർപ്പുണ്ടെങ്കിൽ പോലും ചൈനയുടെ കയ്യിൽ വരെ ഈ സാധനമുണ്ട്. ഏതെങ്കിലും ഒരു രാജ്യം പാകിസ്ഥാൻ അല്ലാതെ വന്ന് നിന്ന് ലോകത്തിൻ്റെ മുമ്പ് ഞങ്ങളുടെ മുമ്പിൽ ആണവ ബോംബുണ്ട്, ഞങ്ങളുടെ കയ്യിൽ ആണവ ബോംബുണ്ട്, ഞങ്ങളിപ്പോൾ പൊട്ടി, ഇങ്ങനെ പൊട്ടി, ഇത്ര നിരുത്തരവാദപരമായ പ്രസ്താവന നടത്തുന്ന ഒരു രാജ്യത്തിന് ലോകത്ത് എവിടെയെങ്കിലും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുമോ? അപ്പോൾ അതൊരു മൂന്നാംകിട രാജ്യമാണ്. ഈ മൂന്നാംകിട രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ തലയിൽ കുത്തിവെച്ചിരിക്കുന്ന വിഷം എന്ന് പറയുന്നത് മറ്റൊരു തരത്തിലുള്ള വിഷമാണ്. ഞങ്ങൾ ലോകം മുഴുവൻ നടന്ന് പൊട്ടിത്തെറിക്കുവാൻ പോകുന്ന ആൾക്കാരാണ്, ഞങ്ങളെ വേണമെങ്കിൽ നിങ്ങൾ ഭയന്നോളൂ എന്ന് പറയുന്ന തലത്തിൽ എന്താണ്, ശരീരം മുഴുവൻ അമേദ്യം തേച്ച് നടന്നു കഴിഞ്ഞാൽ എന്താണ്, മറ്റുള്ളവരെ അവരിൽ നിന്ന് അകന്നു മാറി നടക്കും എന്ന് പറയുന്നത് പോലെയാണ് ഈ വൃത്തികെട്ട ഗുണ്ടായുസവുമായിട്ട് ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന മൂന്നാംകിട എന്ന് പറയാൻ പോലും പറ്റില്ല, നാലാംകിട രാജ്യം ഇറങ്ങി നടക്കുന്നത്. അപ്പോൾ അത്തരത്തിലൊരു രാജ്യത്തിനെ എതിരിടുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പന്നികളുടെ കൂടെ ഗുസ്തി പിടിക്കാൻ പോകുന്ന സമയത്ത് നമുക്കറിയാം നമ്മുടെ ദേഹത്ത് ചെളിയാകുമെന്നുള്ള കാര്യത്തിൽ. അപ്പോൾ നമ്മൾക്ക് ലോകത്തിൻ്റെ മുമ്പിൽ നഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യമുണ്ട്. കാരണം ഭാരതം എന്ന് പറയുന്ന രാഷ്ട്രത്തിനെ സംബന്ധിച്ചിടത്തോളം ലോക ഭൂപടത്തിൽ തന്നെ ഇന്ന് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യങ്ങളിൽ ഒന്നായിട്ടാണ് ഭാരതം നിൽക്കുന്നത്. ഇന്ന് US ആവട്ടെ, USSR ആവട്ടെ, ലോകത്തിലെ ഏത് വൻശക്തികളാവട്ടെ ഭാരതത്തിനെ കൺസിഡർ ചെയ്യുന്നത് അവർക്ക് തുല്യരായിട്ടാണ് നമ്മളെ കൺസിഡർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന പന്നികളുമായിട്ട് ഗുസ്തി പിടിക്കാൻ പോവുക എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മളെ തള്ളിയിടുക എന്ന് പറയുന്നത്
എന്താണ് നിങ്ങൾ അങ്ങനെ ഉയർന്നു പോകണ്ട, ഞങ്ങളുടെ ഒരു നിലവാരത്തിലേക്ക് നിങ്ങൾ ഇറങ്ങി വരൂ എന്നുള്ള തരത്തിലുള്ള ഒരു ആക്ഷേപിക്കലും കൂടിയാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, സ്വയം നാറാനും സ്വയം ചാകാനും തയ്യാറായി നിൽക്കുന്ന ഒരു വിഭാഗത്തോടാണ് നമുക്ക് ഒരുപാട് നഷ്ടപ്പെടാനെന്ന് പറയുമ്പോൾ ലോകത്തിൻ്റെ മുമ്പിൽ സ്വീകാര്യതയും ബഹുമാന്യതയും മാത്രമൊന്നുമല്ല, നമ്മളൊരു വളരെ ഫാസ്റ്റായിട്ട് ലോകത്തിലെ ഏറ്റവും വേഗതയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന എക്കോണമിയാണ് നമ്മൾ. ഒരു പരിധിവരെ US-നും ചൈനയ്ക്കും ഒക്കെ നമ്മൾ വരുന്ന അധികം പതിറ്റാണ്ടുകൾ കഴിയുന്നതിന് മുൻപ് തന്നെ നമ്മൾ അവരെയൊക്കെയും ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഇക്കോണമിയായി മാറുമെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. 2027-28 കൂടി ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ എക്കോണമി ആകണം എന്ന ലക്ഷ്യബോധത്തോടു കൂടി പോകുന്ന ഒരു രാഷ്ട്രമാണ് നമ്മുടേത്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒന്നും യാതൊരു പദ്ധതിയോ യാതൊരു പരിപാടിയോ അവരുടെ ഒന്നും അടുത്തൊരു 100 വർഷത്തേക്ക് പോലും അവരുടെ ഉണ്ടാകാൻ പോകുന്നില്ല. 100 വർഷമൊക്കെ രാജ്യം ഉണ്ടാകുമെന്ന് തന്നെ കണ്ടറിയണം. എന്നാലും ഞാൻ പറഞ്ഞാൽ അടുത്തൊരു ഒരു സെഞ്ചുറിയിലേക്ക് അത്തരത്തിലുള്ള യാതൊരു പരിപാടിയൊന്നും അവരുടെ ഇല്ലാത്തതാണ്. അപ്പോൾ നമുക്ക് നഷ്ടപ്പെടാൻ ഒരുപാട് ഉണ്ട്. ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ഇത്തരത്തിലുള്ള കാര്യത്തിലേക്ക് പോകുന്നത്. അപ്പോൾ അത് മാത്രമല്ല, സൈന്യത്തിനെ സംബന്ധിച്ചിടത്തോളം അത് തന്നെയാണ്. മറ്റൊരു സൈന്യത്തോട് മാത്രമല്ല എതിരിടേണ്ടി വരുന്നത്. ഈ പറയുന്ന പോലെ താലിബാനിൻ്റെ മലനിരകളിലും അവിടെ ഇവിടെയൊക്കെ ഇരുന്നു കൊണ്ട് ലോകത്തോട് മുഴുവൻ യുദ്ധം ചെയ്യുന്ന ഒരു വിഭാഗത്തോടാണ് നമ്മുടെ സൈന്യവും യുദ്ധം ചെയ്യേണ്ടി വരുന്നത്. അവിടെ നിയമങ്ങളൊന്നും തന്നെ, ധർമ്മയുദ്ധത്തിൻ്റെ നിയമങ്ങളൊന്നും തന്നെ അവിടെ പാലിക്കപ്പെടുന്നില്ല. സൈന്യത്തിനെ ആക്രമിക്കുന്നു എന്നുള്ളതൊന്നും ഇല്ല. അവർ സൈന്യത്തിനെ അല്ല ആക്രമിക്കുക, അവർ നേരെ ഇറങ്ങി സിവിലിയൻസിനെ ആക്രമിക്കുന്ന രാക്ഷസ കൂട്ടമാണത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു വിഭാഗത്തോടാണ് യുദ്ധത്തിന് വേണ്ടി പോകേണ്ടത്. അപ്പോൾ ഇന്ന് തിരിച്ചടിക്കണം, നാളെ തിരിച്ചടിക്കണം, മറ്റന്നാൾ ഇന്ന സമയത്ത് പോകണം എന്നൊന്നും നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. സൈന്യത്തിനറിയാം എന്താണ് ചെയ്യേണ്ടത്, ഇങ്ങനൊരു കൂട്ടരെ കൈകാര്യം ചെയ്യേണ്ടത് ഏത് രീതിയിലാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മുടെ സേനയ്ക്ക് കൃത്യമായിട്ട് ധാരണയും നിശ്ചയം ഉണ്ടാവും, നമ്മുടെ ഭരണകൂടത്തിനും കൃത്യമായിട്ടുള്ള ധാരണയും നിശ്ചയം ഉണ്ടാവും. അപ്പോൾ അവരത് അവരുടേതായ രീതിയിൽ ഓപ്പറേറ്റ് ചെയ്ത് പോകട്ടെ. നമുക്ക് കുറച്ച് ക്ഷമ കാണിക്കേണ്ടി വരും, നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഉറിയിലല്ല പത്താൻകോട്ടിൽ ഫെബ്രുവരി 14 ആക്രമണം ഉണ്ടായത്. തിരിച്ചടിച്ചിരിക്കുന്ന ഫെബ്രുവരി 26, 12 ദിവസം എടുത്തു. പക്ഷേ ഉറിയിൽ ആക്രമണം ഉണ്ടാകുന്ന 48 മണിക്കൂർ 72 മണിക്കൂറിനകത്ത് തിരിച്ചടി നടക്കുന്ന സാഹചര്യം ഉണ്ടായി. കാരണം ഉറിയിൽ തിരിച്ചടി ഉണ്ടായ സമയത്ത് അവർക്കറിയാം പത്താൻകോട്ടിൽ വരുന്ന സമയത്ത് തിരിച്ചടി വരും. അപ്പോൾ അവർ കുറച്ചുകൂടി പ്രിപ്പയർഡ് ആയിരുന്നു. അപ്പോൾ നമുക്കൊരു 12 ദിവസത്തെ സമയം എടുക്കേണ്ടി വന്നു. അപ്പോൾ ഇത്തവണ അവർ ഡബിൾ അല്ല ട്രിപ്പിൾ അല്ല, അവർ പല ലെയർ ആയിരിക്കും അവർ ഇത്തവണ സെക്യൂരിറ്റി എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മളൊരു സൈനികനെ പോലും നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അപ്പോൾ കാഷ്വാലിറ്റി തീരെ ഇല്ലാതെയാക്കി തിരിച്ചടി നൽകണമെന്നുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റേതായ സമയമെടുക്കും, അതിൻ്റേതായ പ്രിപ്പറേഷൻ വേണ്ടി വരും. ലെറ്റ് ദം ടേക്ക് ദ ടൈം. ഓക്കെ, കേണൽ ടിനി, താങ്കൾക്ക് പോകണമെന്നറിയാം. അതുകൊണ്ടൊരു ചോദ്യം കൂടി. യുവരാജ് ചൂണ്ടിക്കാണിച്ചതുപോലെ ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഭാരതത്തിനൊരു നിലയും വിലയും ഉണ്ടല്ലേ. അതിൽ നിന്ന് നമുക്ക് താഴോട്ട് പോകാൻ പറ്റില്ല. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിയോഗി തന്നെയല്ല അല്ലേ പാകിസ്ഥാൻ. അപ്പോൾ അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളും നമ്മുടെ മുന്നിലുണ്ടല്ലോ. തീർച്ചയായിട്ടും ശ്രീ അനിൽ, യുവരാജ് പറഞ്ഞ വളരെ കറക്റ്റ് ആണ്. നമുക്ക് ആക്ച്വലി പറഞ്ഞാൽ നമ്മൾ എത്രയോ നാളുകളായിട്ട് ഇപ്പൊ പാകിസ്ഥാൻ നമ്മളെ ചിന്തയിൽ പോലും ഇല്ല. പാകിസ്ഥാനിന് നമ്മളൊരു എതിരാളിയായിട്ടോ അല്ലെങ്കിൽ പാകിസ്ഥാൻ നമ്മൾ എന്തെങ്കിലും ഒരു രീതിയിലുള്ള ഒരു തലവേദന മാത്രമാണ് വല്ലപ്പോഴും ഒക്കെ ഉള്ളെന്നുള്ള രീതിയിൽ മാത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. കാരണം നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്, പാകിസ്ഥാൻ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ ആ ഒരു രീതിയിലേക്ക് നമ്മൾ ഈ തിരിച്ചടി കൊടുക്കുമ്പോഴും ആ ഒരു കാര്യവും നമ്മൾ മനസ്സിനകത്ത് കാണും. കാരണം ഒരു കാരണവശാലും ഒരു പാരിറ്റി, അതായത് പാകിസ്ഥാൻ നമ്മളെ ലെവലിലാണ് എന്നുള്ള ഒരു രീതി നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് ഒരു കാര്യം കൂടെ മനസ്സിലാക്കാനുള്ളത്, ഇത് പാകിസ്ഥാൻ സൈന്യത്തിനെ സംബന്ധിച്ചോളം അവർക്ക് ഇതുപോലെ തിരിച്ചടി കിട്ടാൻ വേണ്ടി തന്നെയാണ് നടക്കുന്നത്. അതായത് നമ്മൾ തിരിച്ചടിച്ചാൽ മാത്രമേ പാകിസ്ഥാൻ സൈന്യത്തിന് പാകിസ്ഥാന്റെ ഉള്ളിൽ പ്രസക്തി കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഇന്ന് ഞാൻ ഒരു ഇത് കാണുമായിരുന്നു, അവരുടെ പാർലമെന്റിൽ പാർലമെന്റിൽ ഒരു മെമ്പർ പറയുകയാണ്, ഞാൻ വണ്ടിയിൽ പോയപ്പോൾ ഒരു കാറിൽ ഒരാള് ലിഫ്റ്റ് ചോദിച്ചപ്പോൾ സിവിൽ ക്ലോത്ത്സിലായിരുന്നു. അകത്തിരുന്ന് കഴിഞ്ഞിട്ട് അദ്ദേഹം ഡ്രസ്സ് മാറ്റിയപ്പോഴാണ് അദ്ദേഹം ഒരു സൈനികനാണെന്ന് പറഞ്ഞത്. അതായത് നമുക്ക് വർദ്ധി ഇട്ടുകൊണ്ട് പുറത്തോട്ട് പോകാൻ പറ്റത്തില്ല, അതായത് യൂണിഫോം ഇട്ടുകൊണ്ട് പുറത്ത് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. അവിടുത്തെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള സ്ലോഗൻ അല്ലെങ്കിൽ മുദ്രാവാക്യം യേ ജോ ദർശക് ഗർദി ഹെ ഉസ്കെ പീछे വർദ്ധി ഹെ, അതായത് ഇവിടുത്തെ ഭീകരവാദികൾ ആരാണോ അതിന്റെ ബാക്കിൽ യൂണിഫോം ആണ് എന്നുള്ള മുദ്രാവാക്യമാണ് പാകിസ്ഥാനിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് ഇതും നമ്മൾ ഏറ്റവും ഹയസ്റ്റ് ലെവലിൽ ഡിസിഷൻ എടുക്കുമ്പോൾ അവർ ഇതും കാണും. കാരണം പാകിസ്ഥാൻ സൈന്യം എന്താണോ ആഗ്രഹിക്കുന്നത് അത് നമ്മൾ തീർച്ചയായിട്ടും കൊടുക്കത്തില്ല. പക്ഷെ എന്നാൽ ചെയ്യേണ്ട കാര്യം ചെയ്യും. പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങളും ഉണ്ട്. നമ്മൾ അവരുടെ ലെവൽ ഒരിക്കലും ആവാൻ പറ്റത്തില്ല. അതുമാത്രമല്ല പാകിസ്ഥാൻ സൈന്യത്തിന്
പാകിസ്ഥാനിന് വീണ്ടും ഒരു പ്രസക്തി ഉണ്ടാക്കി കൊടുക്കാനും പോകുന്നില്ല. അപ്പൊ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്, ഇപ്രാവശ്യം പാകിസ്ഥാൻ സൈന്യത്തിനായിരിക്കും നോവാൻ പോകുന്നത്, പാകിസ്ഥാൻ സൈന്യത്തിനായിരിക്കും ഇതിന്റെ ശിക്ഷ കിട്ടാൻ പോകുന്നത്. അത് ഒരിക്കൽ മാത്രമായിരിക്കത്തില്ല, ഒരു സീരീസ് ഓഫ് അടികളായിരിക്കും എന്നാണ് എന്റെ വിശ്വാസം. അതുപോലെ തന്നെ പ്രത്യക്ഷം അപ്രത്യക്ഷമായിട്ട് പാകിസ്ഥാന്റെ ഉള്ളിൽ നിന്നായിരിക്കും പാകിസ്ഥാൻ സൈന്യത്തിന് അടി കിട്ടാൻ പോകുന്നത്.